ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ദുബായിലെ ഞങ്ങളുടെ വീട് കാണിച്ചു തരാം കേട്ടോ. വീടല്ല, ഫ്ലാറ്റാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഇതാണ് ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ ഡോറ് കേട്ടോ. അപ്പോൾ ഡോറ് തുറന്ന് നേരെ ചെല്ലുന്നത് ഹാളിലോട്ടാണ്. ഇത് ഞാൻ പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് എടുക്കാൻ ഈസി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിള്ളേർ ബുക്കൊക്കെ കൊണ്ട് എവിടെയെങ്കിലും ഇട്ടിട്ടോ വരും കേട്ടോ. ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ആ സ്ഥലത്തോട്ട് അങ്ങോട്ട് നീറ്റായിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കും. പിന്നെ അതൊരു പഴയ ഒരു ലാപ്പാണ്. ജിയോനിക്കൊന്ന് സമയം പോകാൻ വേണ്ടിയിട്ട് അവളെന്തെങ്കിലും അത് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇതേ കൊച്ചിൻ്റെ കളിപ്പാട്ടവും ബാറ്റ് അതൊക്കെ ഈ സൈഡിലോട്ട് വെച്ചേക്കും. അപ്പോൾ അവൻ കളിക്കാനായിട്ട് താഴോട്ട് പോകുന്ന സമയത്ത് എടുത്തിട്ട് പോകാനും ഈസി ആയിരിക്കും. അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേരല്ലേ, എവിടെയാണ് കൊണ്ടുവയ്ക്കുന്നതെന്ന് അവർ തന്നെ മറന്നു പോകും കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് ടേബിൾ കേട്ടോ. 4 പേരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് ഈ ഡൈനിങ് ടേബിളിലാണ് അഡ്ജസ്റ്റ് ചെയ്താണ് കഴിക്കുന്നത് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ബാൽക്കണി. ബാൽക്കണി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നിന്ന് തിരിയാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു വലിയ ടാസ്ക്കാണ് തുണി ഉണക്കിയെടുക്കുന്നത്. അപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഞങ്ങളുടെ നാട്ടിലായിരിക്കുന്ന സമയത്ത് വലിയ അയയൊക്കെ കെട്ടിയിട്ട് അതിലോട്ടല്ലേ തുണിയിട്ട് ഉണക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നതിൻ്റെ പിറ്റേന്ന് എന്നോട് ഹസ്ബൻഡ് ചോദിച്ചേ, നിനക്ക് എങ്ങനെ ഈ സ്ഥലമൊക്കെ ഇഷ്ടമായോ എന്ന് പുറത്തോട്ട് നോക്കിക്കൊണ്ട് നിന്ന സമയത്ത്. അപ്പം ഞാൻ പറഞ്ഞേ, ഞാൻ അങ്ങോട്ട് നോക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് നമ്മുടെ കാരക്കോണം ഹോസ്പിറ്റലിലില്ലേ, ഹോസ്പിറ്റലിൻ്റെ മണ്ടയ്ക്ക് നിന്നിട്ട് താഴോട്ട് നോക്കുന്ന ഫീലാണ് വരുന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ് കാരക്കോണം ഹോസ്പിറ്റൽ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒന്ന് ഫീലായി.
ഇതാണ് ഞങ്ങളുടെ ഇവിടത്തെ വീട്. അയ്യോ വീടല്ല കേട്ടോ, ഫ്ലാറ്റ്. വീട് എന്ന വീട്ടിലിങ്ങനെ നാട്ടിലിങ്ങനെ നമുക്ക് വീടല്ലേ. അപ്പോൾ വീടെന്ന് പറഞ്ഞ് എനിക്ക് ഈ വീടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് ഫ്ലാറ്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് വീടെന്ന് തന്നെ പെട്ടെന്ന് വരും കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ കുഞ്ഞു കൊട്ടാരമാണ്. നാട്ടിൽ ഞങ്ങൾക്ക് വലിയ കൊട്ടാരമുണ്ട് കേട്ടോ. നാട്ടിലെ വീട് മിസ് ചെയ്യണുണ്ട്. അവിടെ പപ്പയും അമ്മയുണ്ട്. പിന്നെ ഓക്കെ, അവർ വീട്ടിലുള്ളത് കൊണ്ടൊരു സന്തോഷമുണ്ട് കേട്ടോ. വീട് അവർ നോക്കിക്കോളുമല്ലോ എന്നുള്ളൊരിത്. പിന്നെന്താണ്, ഇതൊക്കെയാണ് വിശേഷം. ഈ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. പിള്ളേർ അവരുടേതായ രീതിയിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ കുഞ്ഞുവിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ എൻ്റെ കൊച്ചിനെ എൻ്റെ വീട്ടിൽ പോണ സമയത്ത് അവൻ വീട്ടിൽ നിന്ന്, ഞങ്ങളുടെ രാലി വീട്ടിൽ നിന്ന് പോകുമ്പോൾ അവൻ കുളിക്കാറേ ഇല്ല. അവൻ കുളിക്കടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയും വേണ്ട, ഞാൻ അമ്മമ്മയുടെ വീട്ടിൽ പോയിട്ട് കുളിച്ചോളാന്ന്. അവിടെ പോയി അവൻ എന്തിനാണ് കുളിക്കുന്നതെന്ന് അറിയാമോ? ഈ ചട്ടിക്കകത്തിരുന്ന് കുളിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങ് എൻ്റെ വീട്ടിലോട്ട് പോണത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അവൻ ആവശ്യമായിട്ട് കുളിക്കാനായിട്ട് ഇവിടെ ഒരു ബാത്ത് ടപ്പ് ഉണ്ട് കേട്ടോ. കുളിമുറിക്കകത്ത് കയറി കഴിഞ്ഞാൽ അയ്യോ അങ്ങ് കുളിയോടുകൂടി 1 മണിക്കൂർ കുളിക്കും കേട്ടോ. പക്ഷെ ഞാൻ കോരി ഒഴിക്കാൻ അങ്ങനെ അകത്ത് പോയിക്കഴിഞ്ഞാൽ അവന് ഭയങ്കര തണുപ്പാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇറങ്ങും കേട്ടോ. ഈ ബഹളമില്ല, ഈ പിള്ളേർ രണ്ടുപേരും ഈ കുളിമുറിക്കകത്തിരുന്ന് കളിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കേ.